നാം ഒന്ന് തളർന്നു പോയാൽ, ഒന്ന് ക്ഷീണിച്ചു പോയാൽ നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നവർ ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരെയൊക്കെ നോക്കി ഈ ജീവിതത്തിൽ മുമ്പോട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുത്തു വച്ചാൽ നിങ്ങൾ തളർന്നു പോകത്തേ ഉള്ളൂ, വീണ്ടും ക്ഷീണിക്കത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ തളർന്നു പോകത്തില്ല, വീണ ഇടത്തു നിന്ന് നാം എഴുന്നേക്കും. 16-ാമത്തെ സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് താൻ ദൈവത്തോട് നന്ദി സൂചകമായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ കാത്തുകൊള്ളണമേ. നമുക്ക് ആശ്രയിപ്പാനും നമുക്ക് ശരണം കൊള്ളുവാനും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും മാത്രമേ ഉള്ളൂ. മറ്റെല്ലാവരും മാറിപ്പോകും, എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല, നമ്മെ ഉപേക്ഷിക്കില്ല. അപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈ നീട്ടി സ്വീകരിക്കുന്നത് പോലെ നമ്മെ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് എപ്പോഴും അരികിലുണ്ട്.